സൂറത്ത് യാസീന്റെ 4-ാമത്തെ ആയത്തായിട്ട് അലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു പരിശുദ്ധമായ ഹക്കീമായ ഖുർആന്റെ സത്യത്തിട്ട് അള്ളാഹു ചൊന്ന ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ നിങ്ങ മുർസലീങ്ങളിൽ പെട്ട ആളായിട്ട് ചൊന്നിട്ടു അള്ളാഹു ഖുർആനിൽ ചൊന്ന. എന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ലേ അലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ നിങ്ങ നേരായ റൂട്ടിലുള്ള ആളായിട്ട് നേരായ റൂട്ടിലുള്ള ആളായിട്ട് ഒരിടത്ത് അങ്ങനെ അല്ലണ്ടെങ്കിൽ നേരായ റൂട്ടിൽ നടക്കരെ പ്രവാചകന്മാരെ അതേ കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് നിങ്ങ. ഈ രണ്ടർത്ഥവും ഇമാമിങ്ങ ഇതിക്ക് വ്യാഖ്യാനം കൊടുക്കാറ്. അപ്പൊ ഏതെങ്കിലും നബിയെ എല്ലാ വിഷയത്തിലും നിങ്ങ നേരായ റൂട്ട് സ്വീകരിച്ച ആളായിട്ട് ചെന്നിട്ടായിട്ട് ഖുർആൻ കൂടെ ചൊല്ലേ. ഞങ്ങൾ സാധാരണ ഫാത്തിഹയില് എപ്പോഴും ഓതൊരു ആയത്തായിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ചൊല്ലത്. അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സ്ട്രെയിറ്റ് പാത്ത് അല്ലണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റൂട്ട് പടച്ചറപ്പെ ആ റൂട്ടിൽ നിന്ന് നീ നല്ലനിപ്പാട്ട് ചൊല്ലേ അർത്ഥപണ്ടേ ആ ഫാത്തിഹ സൂറത്ത് എപ്പോഴും ഞങ്ങൾ ഓതുറ. പരിശുദ്ധ ഖുർആൻ അതായിട്ട് വടിപ്പാട്ടിയെ അലാ സിറാത്തിൻ മുസ്തഖീം ചൊന്നുണ്ടെങ്കിൽ അലാ ത്വരീഖത്തിൻ ലാ ഇജാജ ഫീഹാ, നിബിത്തങ്ങ ഉള്ള റൂട്ടു തെല്ല് പോലും വക്രത്തെ ഇല്ല. വക്രത്തെ ചൊന്നുണ്ടെങ്കിൽ തെല്ല് പോലും ക്രോസ് എന്തുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉള്ള റൂട്ട് ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലേ. അത് എവിടത്തോളം ചൊന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ് തപ്പ് വരല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തില്. അത് വിശ്വാസത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, ഏത് കർമ്മത്തിലാവട്ടെ, എന്ത് വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും സ്ട്രൈറ്റ് ആയിട്ട് കയറും. ചില ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചൊല്ലലുണ്ട്. നബി തങ്ങൾ ചൊല്ലുന്നു ഇന്നി അത്തൂബു ഇലൈഹി ഫിൽ യൗമി, നാനെ ഒരു നാളുക്ക് എല്ലുവപ്പെട്ടനാണ് തോബാക്കട ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അപ്പൊ ഈ ആയത്തിനെ ഈ ഹദീസിനെ വ്യാഖ്യാനാക്കിയിട്ട് ചില ആൾമാർ ഒരു ഉൾട്ട അർത്ഥം വെച്ചാർ. നബി തങ്ങ ഒരു നാൾക്ക് എല്ലുവോ തപ്പാക്കടെ ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ദുർവ്യാഖ്യാനാക്കിയിട്ട് കാട്ടിയിട്ടുള്ളാർ. യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത് ശരിയല്ല. കാരണം എന്താ ചെന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനെ ചൊല്ലുന്നു അലാ സിറാത്തിൻ മുസ്തഖീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്ട്രെയിറ്റ് റൂട്ടിലെ ഉള്ള ആളായിട്ട് അത് എല്ലാ വിഷയത്തിലും സ്ട്രെയിറ്റ് ആയിട്ട് നബി തങ്ങളെ സ്വഭാവം എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും ആ സ്വഭാവത്തെ വിഷയത്തിലും നല്ല കറക്റ്റായ സ്വഭാവമായിട്ട് ഒരാളിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തന്റെ ജീവിതത്തിൽ നൊമ്പലാക്കിയ സ്വഭാവമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര പെഞ്ഞായിമാരിഞ്ഞിട്ട് പോലും ഒരു പെഞ്ഞായിമാരെ മനസ്സുക്ക് പോലും നൊമ്പലാക്കിയ ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. അല്ലണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമീങ്ങൾക്ക് പോലും തെല്ല് പോലും മനസ്സുക്ക് നൊമ്പലാക്കിയ ആളല്ല. ഇത്തരം സ്വഭാവത്തിലൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിക്ക് കൂടി ഒരാളിലെയും മനസ്സുക്ക് നൊമ്പലാക്കിയ ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വഭാവം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏത് വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് ഇങ്ങനെ നോക്കൊരു ഈ ഒരു കാലത്തില് ആയിഷ ഉമ്മയുടെ പേരിൽ ഒരു ആരോപണം വന്നിട്ട് ഒരു വ്യഭിചാര ആരോപണം ഇട്ട ഒരു സംഭവ സൂറത്ത് നൂറിൽ അള്ളാഹു പഠിപ്പാട്ട. സൂറത്ത് നൂറിൽ വലിയൊരു വിഷയമായിട്ടിരിക്കുന്നത് ആ ചരിത്ര ഭാഗത്ത് ഞാൻ കിടക്കില്ല. ആയിഷ ബീവിയുടെ മേലിൽ ഭയങ്കരമായ ഒരു ഇഫ്കായിട്ടിക്കര് ഒരു കട്ടുകത്തായിട്ടിക്കര് ഉണ്ടാക്കിയത് ഒരു വ്യഭിചാര ആരോപണമായിട്ടിക്കര് ആയിഷ ബീവിയുടെ മേലിട്ടത്. ആ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെല്ല് മനസ്സിക്ക് നൊമ്പലായിട്ട് ആ ടൈമിലും ആയെങ്കിൽ ആ ടൈമിൽ പോലും സ്വഹാബത്തായ ഈ ഖുലഫാഉർ റാഷിദീങ്ങളെ അങ്ങനെ അഭിപ്രായം എടുത്ത് നോക്കുമ്പോഴത്തേക്കായിട്ടിക്കരുന്ന അതിശയോടെ ആ ടൈമില് ഇങ്ങനത്തെ ഒരു സന്ദർഭം ആയിഷമ്മയുടെ മേലിലും വ്യഭിചാര ആരോപണം ഇട്ട സന്ദർഭത്തില് അപ്പ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് നബി തങ്ങളെ സമാധാനാക്കണം അങ്ങനെ ഒന്നുണ്ടാ നബിയെ തങ്ങളെ മേലില് ഒരു ഈപ്പ പോലും ദയിക്കുന്ന അല്ലാഹു പെർമിഷൻ കൊടുത്തിട്ടില്ല. ഒരു ഈപ്പ പോലും തങ്ങളെ മേല് ദയിക്കല. കാരണം എന്ത് ഈപ്പയുടെ വസ്തു എല്ലാ മോത്തിലും വെടക്ക് ജാഗയിൽ മാത്രമായിട്ട് പോയിട്ട് ദയിക്കരെ വസ്തുവായിട്ട് ഈ പാച്ചുള്ളത്. ആ ജീവി വെടക്ക് ജാഗയിൽ മാത്രമായിട്ട് ചീന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ചോരമ അല്ലെങ്കിൽ വേണ്ടാത്തതെന്ത്ര ഈ ജാഗയിൽ മാത്രമായിട്ട് പോയിട്ട് ദയിക്കുന്നതായിട്ട് ഈ പാച്ചുള്ളത്. അപ്പൊ ഈപ്പ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ ദയിക്കരുത് അള്ളാഹു കാത്ത. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിമുഖാലത്തിഹിൽ കാദൂറാത്ത്, അത്
വേണ്ടാത്ത കാര്യത്തില് വേണ്ടാത്ത വസ്തുര മേലിൽ പോയി ദഹിക്കുന്ന കാരണത്തിലും നിബിതങ്ങളെ മേലിൽ പോലും അത് ദച്ചു പോകണ്ട ചെന്നിട്ടു അത്രത്തോളം നിബിതങ്ങൾ കാത്ര എന്നുണ്ടെങ്കില ഉമർ ഖത്താബ് കേക്കടെ എന്നുണ്ടെങ്കില നബിയെ തങ്ങളെ പെഞ്ഞായിരട്ടിക്ക് അങ്ങനത്തെ സംഭവിക്കണു സാധ്യമേ ഇല്ല നബിയെ അത് എങ്ങനെ സാധ്യമാവുള്ളൂ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനാക്കണം അങ്ങനെ ആയിട്ടിക്കര്. അതേ സന്ദർഭത്തില് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്ന് ചൊല്ലുന്നു നബിയെ നബി തങ്ങളെ പിഞ്ഞായിരട്ടി അങ്ങനത്തെ ഒന്നും സംഭവിക്കുന്നത് സാധ്യമേ ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നനല് പോലും തന്നിട്ടില്ല. ഞങ്ങൾ നടക്കുമ്പോഴത്തേക്കും നെനലിക്കറ് ഞങ്ങളെ ബാക്കില ഫ്രണ്ടില നെനലിക്കറ്. അതേ സന്ദർഭത്തില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെനൽ പോലും അല്ലാഹു കൊടുത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബിയെ സ്വഹാബത്ത് എല്ലാവരും ഒട്ടിಗೆ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തങ്ങളെ നനല് പോലും ചൂട്ട വേണ്ട ചെന്നിട്ടു അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കാത്തായിട്ടിക്കറ്. തങ്ങളെ നനല് പോലും ആറ് ചൂട്ട വേണ്ട ചെന്നിട്ടായിട്ടിക്കറ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിട്ടുണ്ടെങ്കിൽ നബിയെ ഒരിക്കലും തങ്ങളെ പെഞ്ഞായിമാരട്ടിക അങ്ങനത്തെ ഒന്നും സംഭവിക്കല ചെന്നിട്ടായിട്ടിക്കറ്. പരിശുദ്ധ ഖുലഫാഉർ റാഷിദീങ്ങമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് സമാധാനാക്കേണ്ടെങ്കിലും അത്രയും എല്ലാ വിഷയത്തിലും കറക്റ്റായ ഒരാളായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടായിട്ടിക്കറ് ഖുർആൻ ചൊന്നേ അലാ സിറാത്തിൻ മുസ്തഖീം നബിയെ നിങ്ങൾ സ്ട്രെയിറ്റ് പാത്രമുള്ള ആളായിട്ടിക്കറാറ് ചൊന്നിട്ടായിട്ടിക്കറ് ഖുർആൻ ചൊന്നേ. അത് മാത്രമല്ല നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഒരത്ത മാത്തോ ഒരു ബെടക്ക് മാത്തോ വിചാരിച്ചു പോയെങ്കിൽ പോലും അവന്റെ ഈമാനിക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ടിക്കറ്. അവന്റെ ഈമാനിക്ക് ഒരു പ്രോബ്ലം ആയിട്ടിക്കറ്. ഒരുക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞായി സഫിയ ബിൻതു ഹുയൈ നബി തങ്ങളെ പെഞ്ഞായി സഫിയ റളിയല്ലാഹു അൻഹ അയ്മ ഒട്ടിಗೆ ജണ്ടാലും ഇങ്ങനെ ഔത്തിൽ ഇങ്ങനെ പലക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിട്ടിക്കറ് ആ റൂട്ടില് രണ്ട് അൻസ്വാരിങ്ങ മദീനത്തെ രണ്ട് നിവാസിങ്ങ ഇങ്ങനെ കടന്നു പോണ്ടാറ്. അപ്പൊ ഈ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞായും നബിതങ്ങവും ഒട്ടിಗೆ പൊക്ക പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ടാകുമ്പോഴത്തേക്കും എങ്ങെന്താക്കിയാർക്കൊണ്ടുണ്ട സലാം ഇട്ടാറ് തെല്ല സ്പീഡ് കൂട്ടിയാറ് നടക്കുമ്പോഴത്തേക്കും സലാം ഇട്ടാറ് നടത്തത്തിൽ തെല്ല സ്പീഡ് കൂട്ടിയാറ് കാണാത്ത വിളാക്കൊണ്ട് ഇങ്ങനെ പോയാറ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അങ്ങനെ വിളിച്ചിട്ട് ചൊന്തു അല റിസ്ലിക്കുമ സ്പീഡൊന്നും കൂട്ടണ്ട നിങ്ങൾ പോയിട്ടുണ്ട് അതേ സ്പീഡിൽ നിങ്ങൾ പോയാൽ മതിയാവും. കാരണം ഇത് വേറെ ആരുമല്ല ഇത് രണ്ട് പെഞ്ഞായി ആയിട്ടിക്കണം ഇന്നഹ സഫിയ ഇത് രണ്ട് പെഞ്ഞായി ആയിട്ടിക്കറി ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയിട്ട് അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് വേണ്ട ചെന്നിട്ടു അവിടെ എന്തായിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ടീച്ചർ കൊടുത്തു. അപ്പൊ ഇങ്ങെന്താക്കിയാറുണ്ട് സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ് നബിയെ തങ്ങളെ കുറിച്ച് ഞങ്ങെന്തും വിചാരിച്ചു പോവാമ സുബ്ഹാനല്ലാഹ് തങ്ങളെ കുറിച്ച് ഞങ്ങെന്തും വിചാരിച്ചു പോവാമ ചെന്നിട്ടു അങ്ങ ചെന്നാറ്. അപ്പൊ നബി തങ്ങൾ ചെന്നു അല്ല ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം വജ്റദ്ദം ശൈത്താന് ഒരു മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെ വിശ്വാസാക്കടാത്തെന്ന് ചൊല്ലണകാവില്ല. നിങ്ങളെ മാത്രം മനസ്സിൽ വന്നു പോയെങ്കിലും നബി തങ്ങൾ ആരമാർ പെണ്ണിട്ടിങ്ങനെ മനസ്സിൽ ആരമാർ പെണ്ണിട്ടിങ്ങനെ മുന്നേറ്റില്ലേ ചെന്നിട്ട് നിങ്ങളെ മനസ്സിൽ മാത്രം വന്നു പോയെങ്കിൽ ഐക്യമിനിട്ട് നാനതാക്കിയ ആ ഒരു കൺഫ്യൂഷൻ ഞാൻ ക്ലിയർ ആക്കി തന്നെ ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് സ്വഹാബികളിട്ടിക ചൊന്ന സംഭവ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി വയ്ക്കും. ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓർക്ക ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ വെച്ചിട്ട് മജ്ലിസിലിരിക്കുമ്പോഴത്തേക്കും ഷാഫി ഇമാം ഈ ഹദീസിനെ അയല മുന്നിലിട്ടിട്ട് അല്ല ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിക്ക് രണ്ടാൾ നടന്നു പോയിട്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ സ്പീഡ് കൂട്ടണ്ട നിങ്ങൾ അതേപോലെ നിങ്ങൾ നടക്കോറും ഇത് രണ്ട് പെഞ്ഞായി ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി തോന്നുന്നുണ്ടാവും അങ്ങനെ ഇട്ടിക ആ പെഞ്ഞായി ചെന്നിട്ട് കാട്ടി കൊടുത്തിട്ടല്ലേ അത് എന്തിനേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഈ ഷാഫി ഇമാം സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഇട്ടിക ഈ ഹദീസ് ചൊന്നു കൊടുത്തപ്പം അപ്പ അതിന് ചൊന്നു കൊടുത്തത് എന്തിനെ ചൊന്നിട്ടായെങ്കിൽ അങ്ങനെ കൽബുല് മാത്രം എന്തെങ്കിലും ഒരു വേണ്ടാത്തത് മാത്രം വന്നു പോയെങ്കിൽ നബി തങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വേണ്ടാത്തത് മാത്രം വന്നു പോയെങ്കിൽ അത് കുഫ്രിയത്ത് എത്തി പോകും. അങ്ങ് കാഫിറായി പോവാർ അങ്ങ് ഹലാക്കായി പോവാർ. അത് അവിടെ വേണ്ട ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവിടെ എന്താക്കി ആ കൺഫ്യൂഷന്റെ തിരുത്തി ഓർത്തിയെ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമരുടെ ചൊന്ന സംഭവ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയത്. അപ്പൊ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെല്ല് പോലും വേണ്ടാത്തത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ ഈമാൻ ഇല്ലാണ്ടായി പോകും ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട്. എന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ലെ
തൻസീലുൽ അസീസിർ റഹീം, തൻസീലുൽ അസീസിർ റഹീം. ഇത് റഹീമും അസീസായ പടച്ചുറപ്പ് കടത്തിയ ഗ്രന്ഥായിട്ടിക്കർ ഈ പരിശുദ്ധ ഖുർആൻ. അസീസും റഹീമായ പടച്ചുറപ്പ് കടത്തിയ ഗ്രന്ഥായിട്ടിക്കർ. അസീസ് ചൊല്ലുണ്ടായെങ്കിൽ അത് അസീസ് ചൊല്ലുണ്ടായെങ്കിൽ നല്ല ശക്തിവന്ത ചൊല്ലതായിട്ടിക്കർ അർത്ഥമില്ല. അസീസ് ചൊല്ലത് പ്രതാപശാലി ചൊന്നിട്ടു കണ്ണെടുത്ത് ചൊല്ലി. പ്രതാപശാലി ചൊല്ലുണ്ടായെങ്കിൽ എങ്ങനത്തെ ഒരു ധിക്കാരെയും അനുസരിക്കുന്നവന്റെയും അനുസരിക്കാത്തവന്റെയും എങ്ങനത്തെ ഉണ്ടെയും പടച്ചുറപ്പ് എന്താക്കണ ഒരു ഒതുക്കി വയ്ക്കറ ചൊന്നിട്ടായെങ്കിൽ എല്ലാവരെ കാണാൻ ഏറ്റവും ശിക്ഷിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ടോപ്പായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് അസീസിന്റെ അർത്ഥം. ഏറ്റവും അർത്ഥമില്ലവണു ഈ അർത്ഥവും ഇമാമിങ്ങ കൊടുക്കാറ്. ഏറ്റവും ശിക്ഷിக்கிறവണു, ഏറ്റവും യാറത്തെ ശിക്ഷ കൊടുக்கிறവണു ചൊല്ലെ അർത്ഥവും അസീസ് കൊണ്ടു. പിന്നെ അൽ അസീസ് അതേപോലെ റഹീം. റഹീം ചൊന്നിട്ടുണ്ടായെങ്കിൽ ಅದರ ನೇರ ಉಲ್ಟಾರ್ಥಾಯಿಟ್ಟಿಕ್ಕೆ ഏറ്റവും കരുണയുള്ളവനായിട്ടിരിക്കുക. അള്ളാഹു എതിർ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു ബുടുംബുടില്ല അതായിട്ടിരിക്കുക. അതിനർത്ഥം അസീസ് എന്നുണ്ടെങ്കിൽ എതിർ മാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ബുടുംബുടല്ല പടച്ചുറപ്പു. അതേ സന്ദർഭത്തിൽ അവന്റെ അനുസരിക്കാണ് റഹീമു ആയിട്ടിരിക്കുക. ഏറ്റവും വലിയ കാരുണ്യമുള്ളവനായിട്ടിരിക്കുക പടച്ചുറപ്പും. ഇങ്ങനെ നോക്കൊരു രണ്ട് പദവും ഒരേ ആയത്തിലായിട്ടിരിക്കുക അള്ളാഹു കൊടുക്കല്. എന്തിനേക്ക് കൊടുത്തേ? ഇത് പടച്ചുറപ്പുടെ ആ ഒരു ശക്തിയും കാട്ടണകും അതേപോലെ പടച്ചുറപ്പ് ഇത്ര കരുണയുള്ളവണ് തിന്നിട്ടും ഇത് കാട്ടണതിനായിട്ടായിട്ടിക്കര് ഈ രണ്ടായത്തും അള്ളാഹു എന്താക്കിയത് കൊടുത്തത്. കൂടുതൽ വിഷയം നിങ്ങൾ അർത്ഥാക്കണം. എന്തിനാ ചൊല്ലുണ്ടായെങ്കിലും ഈ അസീസ് ചൊല്ലെ ഈ ഒരു പദ വലിയൊരു പവറുള്ള ഒരു പദമായിട്ടിക്കര്. അതിലെ എല്ലാ വിഷയവും ഇപ്പൊ മനസ്സിലല്ല. അസീസ് ചൊല്ലത് അസ്മാഉൽ ഹുസ്നത്തിൽപ്പെട്ട ഒരു അള്ളാഹുടെ പേരായിട്ടിക്കര്. അള്ളാഹുടെ 99 പേര്, ആ പേരിൽ ഒരു പേരായിട്ടിക്കര് അൽ അസീസ് ചൊല്ലത്. അസീസ് ചൊല്ലെ ഒരു പേരായിട്ടിക്കര്. ഈ അസീസ് ചൊല്ലെ പദ പരിശുദ്ധമായ ഖുർആനില് 92 ജാഗൽ അള്ളാഹു കൊടുത്തറ. 92 ജാഗല് അസീസ് 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 ചൊല്ലെ പദമുണ്ട്. ഒരു പവർ മാത്രം ഇണ്ടിപ്പതാണ് ചൊല്ലെ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈയുടെ ഒർക്ക കൈക്ക് ചെങ്ങലിട്ടിട്ട് ഹാറൂൺ റഷീദിനെ രാജാവിടെ മുന്നൊരു കുട്ടിയെ വന്നു. അലവിയ ചൊല്ലൊരു വിഭാഗ ഷാഫി ഇമാമുടെ മേലെ വെറുതെ ആരോപണ ആക്കിയിട്ട് ഷാഫി ഇമാമുടെ കൊല്ലുടെ പരിസ്ഥിതിയായിട്ടിക്കര് ഹാറൂൺ റഷീദിനെ മുന്നൊരു കുട്ടിയോട് കൊണ്ടേ. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കൂട്ടിയോണ്ട് ഒരാൾ വന്നു. ആര്? ഈ ഹാറൂൺ റഷീദിനെ രാജാവ് കൂട്ടിയോണ്ട് വന്നു. കൂട്ടിയോണ്ട് പറയുമ്പോഴത്തേക്കു ഹാറൂൺ റഷീദിക്കരെ 3ാമത്തെ റൂമിലായിട്ടിക്കര്. ഷാഫി ഇമാം വന്നിട്ട് 1ാമത്തെ റൂം കടന്നെത്തി. കടക്കുമ്പോഴത്തേക്ക് എന്തോ ഒന്ന് ബായിൽ ചൊന്നു. കൂടുതലാല് അയാൾക്ക് അർത്ഥായില്ല എന്തിനെ ചൊന്നിട്ട്. അങ്ങനെ 2ാമത്തെ റൂം എൻ്റർ ആയിട്ട് 2ാമത്തെ റൂം എൻ്റർ ആകുമ്പോഴത്തേക്കും ഷാഫി ഇമാം എന്തോ ഒന്ന് ചൊന്നു. അതും കൂടുതലാൾക്ക് അർത്ഥായില്ല. 3ാമത്തെ റൂം എൻ്റർ ആകുമ്പോഴത്തേക്ക് രാജാവ് ഭയങ്കര വെൽക്കം ആയിട്ടിക്കര് ഷാഫി ഇമാമുടെ കൂട്ടിയ പണ്ടെന്തിലേക്ക് കൂട്ടിയ പണ്ട് കൊല്ലോണ് കയറ്റിക്കര്. ആയെങ്കിൽ ഷാഫി ഇമാമരെ കണ്ട സാത്തുക്ക് രാജാവ് ഭയങ്കര വെൽക്കം ആക്കിയ എഞ്ചി നീണ്ട മാത്രല്ല ഷാഫി ഇമാമരെ മുട്ട ഒരു കുറിച്ചിട്ടിട്ട് മുട്ട ദൈപ്പാട്ടിയ മാത്രല്ല കുറേ നേരം ഇങ്ങനെ വിളക്ക പറഞ്ഞാൽ രണ്ടാൾ ഷാഫി ഇമാമും ഹാറൂൺ റഷീദ് രാജാവും ഒട്ടികെ രണ്ടാൾ കൂടിയിട്ട് കുറേ നേരം വിളക്ക പറഞ്ഞാറ്. ഈ കേസിലെ സാക്ഷിമാരുടെ കാത്തോണ്ടുള്ള ഷാഫി ഇമാമുടെ കൊല്ലുടെ വിഷയത്തിക്ക് സാക്ഷിനിന്റെ ആൾമാർ അതേപോലെ കൊല്ലോണ് റെഡിയായ അങ്ങനെ കത്തി പിടിച്ചിട്ട് ഇങ്ങനെ കാത്തുകൊണ്ടുള്ളാറ്. ആയെങ്കിൽ ഹാറൂൺ റഷീദും ഇങ്ങനെ പരസ്പര കുസാലിങ്ങനെ മുണ്ടിയിട്ടുള്ളാറ്. അങ്ങനെ മുണ്ടിട്ടുള്ള അയാൾ പിന്നെ ഹാറൂൺ റഷീദ് രാജാവ് ചൊന്തൂത്ത് കൂടുതൽ ഉണ്ടിട്ടിയ ഇതാ ഈ എത്ര ദിർഹം വേണോ ആ ദിർഹം ഒന്ന് നിങ്ങൾ കൊടുക്കണം. എത്ര ദിർഹം വേണോ അത്ര കൊടുക്കണം. എത്ര ദീനാർ വേണോ അത്ര കെട്ടാക്കിയിട്ട് അയാൾ കൊടുക്കണം. മാത്രമല്ല അയാൾക്ക് റായത്ത് പോണു ഗാഡി എന്തും ഇല്ലണ്ടെങ്കിൽ എവിടേക്ക് പോണ്ടേ കേൾക്കണു. പോണു ഗാഡി മാത്രം ഇല്ലണ്ടെങ്കിൽ വാഹനത്തെ വ്യവസ്ഥ നിങ്ങൾ ആക്കി കൊടുക്കണം. വാഹനത്തെ വ്യവസ്ഥയും എല്ലാം ആക്കി കൊടുക്കണം ചൊന്നിട്ട് കൂട്ടിയ വന്ന ഉണ്ടിട്ടിക്കമേ റിട്ടേൺ അങ്ങനെ ചൊന്നു. ഇത് ഇത്ര ചൊല്ലലോട് കൂടെ കൂടുതൽ ആൾമാർ എന്താക്കിയാൽ ഈ കൊല്ലണ വേണ്ടിയിട്ട് കാത്തിനിന്റെ ആൾമാർ ഇങ്ങനെ ഭയങ്കര ആശ്ചര്യം. എന്തിനാ പോകും ഞങ്ങൾ കൊല്ലണ കൂട്ടിയ വന്നില്ല. രാജാവ് തിരിച്ചു പോകുമ്പോൾ ഗാഡിയും പൈസ കൊടുത്തിട്ടായിട്ട് കടത്തിയോണ്ടല്ലോ എന്തൊരു വിഷയ ചൊന്നിട്ടു കൂടുതൽ ആൾമാർക്ക് ഭയങ്കര ആശ്ചര്യം. അപ്പ നിങ്ങൾ കേട്ടാറ് അല്ല ഹാറൂൺ റഷീദേ ഞങ്ങൾ അയാളെ കൂട്ടിയ വന്നേരം കൊല്ലണ വേണ്ടിയിട്ടല്ലേ ഞങ്ങളെ കേസുള്ള കാരണത്ത് കൊല്ലണ വേണ്ടിയിട്ട് കൂട്ടിയ വന്നേര്. അപ്പൊ എന്ത് കാരണത്തിലായിട്ടിക്കര് നിങ്ങൾ അതിൽ അത്രയും നിങ്ങൾ സത്കാറാക്കിയാറ് അത്രയും നിങ്ങൾ വെൽക്കം ആക്കിയാറെന്ന് കേൾക്കുമ്പോ അപ്പ ഹാറൂൺ റഷീദ് രാജാവ് ചൊല്ലേ ഓ എന്തേ കൊണ്ടുണ്ടാ നാന് മാത്തു കണ്ടത് മാത്രം നിങ്ങൾ കണ്ടേ നിങ്ങൾ അപ്പമേ തീരാൻ താറ്. നാന് മാത്തു ഷാഫി മാറിട്ട് കണ്ടത്
നിങ്ങ മാത്രം കണ്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഹലാക്കായി പോവാന്താറ് എന്തിനു കേട്ടാറ് ഷാഫി ഇമാം പറമ്പത്തുಗೆ അയലെ രണ്ട് കുഞ്ചലും രണ്ട് സിംഹത്തായിട്ടിരിക്കുന്നതാണ് കണ്ടേ ನಾನು ಮಾತು ഷാഫി ഇമാമരെ ಮಾತು തൊട്ടുണ്ടെങ്കിൽ ആ സിംഹം ನನ್ನ അപ്പമേ പറിച്ചുകൂടാണ് ഇതായിട്ടിരിക്കുന്നതാണ് ഷാഫി ഇമാം അവരെ രണ്ട് കുഞ്ചലും ನಾನು കണ്ടുപോയി ചെന്നിട്ടു ഹാറൂൺ റഷീദ് രാജാവ് ഇങ്ങനെ ചൊന്ന കാരണം എന്തേ ആ ചൊന്നതിരെ പവർ ആയിട്ടിരിക്കും ഷാഫി ഇമാം റളിയല്ലാഹു രണ്ട് റൂമും കടക്കുമ്പോഴത്തേക്കും ബായിൽ ചെന്നപ്പോഴൊക്കെ പവർ ആയിട്ടിരിക്കും അങ്ങനെ ഈ കൂട്ടിയോ പോയ ആളുണ്ടല്ലേ കൂട്ടിയോ വന്നാലും പോയാലും ഒരേ ആളായിട്ടിരിക്കും അങ്ങനെ അയാൾ ചൊല്ലിട്ടു അയാൾ കേട്ടിട്ട് ഷാഫി ഇമാം വരട്ടെ അല്ല ഷാഫി ഇമാമേ രാജാവ് സാധാരണ ആൾമാർ അങ്ങനെ പെറോ കടത്തറൊന്നും ഇല്ല നിങ്ങൾ എന്തോ ഒന്ന് മന്ത്രിച്ചാറില്ല പോകുമ്പോഴത്തേക്കും ഇതിരെ പവർ ആയിട്ടിരിക്കും എന്തിനിട്ടൊന്ന് ചൊല്ലോറ് ചൊന്നിട്ടു ഇങ്ങനെ ചൊല്ലിട്ടു അങ്ങനെ ഷാഫി ഇമാം എന്താക്കിട്ട് അയാളിട്ട് ചൊല്ലിട്ടു ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം അവിടെ അസീസും ഹക്കീമുള്ള ഒരു ആയത്തും കൂടി ആയിട്ടിരിക്കുന്നത് അപ്പൊ ഈ ആയത്ത് ഓതിയതും അയാൾ കൊണ്ടായിട്ട് ബാക്കി എന്തിനും കൊണ്ടായിട്ടില്ല അപ്പൊ പിന്നെയും ആ ബാക്കിയുള്ള ദിക്കറും ഷാഫി ഇമാം എന്താക്കി എഴുതി കൊടുത്തു ചൊന്തു ഈ മന്ത്രി ചൊന്തു ഷാഫി ഇമാമെ ഡെയിലി 10 അടി നക്ക് കിട്ടാണ്ടില്ല ഡെയിലി ನಾನು ഈ രാജാവൊട്ടിಗೆ ഒരു 10 അടി തിന്നാത്ത ഒരു നാളില്ല എല്ലാ നാളും കടികൊണ്ടു അതായിട്ടിക്കറി രാജാവ് എപ്പോ നക്ക് അടിക്കാണ്ടിരിക്കില്ല അപ്പൊ നിങ്ങളെ ഇപ്പൊ കൊല്ലോട് വിളിച്ചവനെ നിങ്ങളെന്താക്കി ആ രാജാവ് റിട്ടേൺ അങ്ങനെ കടത്തില്ലേ ചന്തത്തിൽ കടത്തില്ലേ അയക്ക് വേണ്ടിട്ട് നക്കൊരു സേപ്പ് വേണ്ടിട്ട് എന്താക്കണം നക്ക് നിങ്ങൾ എഴുതി തരണം ചൊന്നിട്ടു ഷാഫി ഇമാമായിട്ട് ചൊന്നിട്ടാകുമ്പോ ഷാഫി ഇമാം എഴുതി കൊടുത്തു അങ്ങനെ ഈ മന്ത്രി എന്താക്കി ഒന്നുണ്ടാ ഈ ആയത്തിരെ ഈ എല്ലെ ഷർട്ടിരെ കൈയുടെ മടക്കിട്ട് ഇവിടെ വെച്ചിട്ട് എപ്പോഴും രാജാവിനോട്ട് പറമ്പത്തുകൂ ഇതിവിടെ കയ്യിലിരിക്കും രാജാവുമ്പോ തർസ പറമ്പത്തുക മെല്ലെ ഇങ്ങനെ തൊട്ട് കളയരുത് കാര്യം ഒന്ന് ജസ്റ്റ് ടച്ച് ആക്കറായിട്ട് രാജാവോട് എങ്ങനത്തെ അർസ്യം പോയിട്ട് എങ്ങനത്തെ അർസ്യം രാജാവോട് അപ്പമേ തണ്ടായിട്ടിരുന്നവള രാജാവ് അപ്പൊ അത്രയും ക്രൂരമായ രാജാവ് ഈ ഒരു ആയത്ത് അയലമുട്ട ഇന്ന കാരണത്തില് രാജാവ് പോലും കൂലായ ചൊന്നിട്ടായിട്ടിക്കര് ഒരു അസീസിരെ ഒരു മഹത്വം മാത്രമായിട്ടിക്കര് ഇണ്ടിപ്പനാണ് ചൊന്നത് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മഹത്വ ആലോചിച്ചല്ലേ അതായിട്ടിക്കര് പരിശുദ്ധ ഖുർആന്റെ അള്ളാഹുടെ അസ്മായുടെ ഇസ്മുടെ പവറും അതായിട്ടിക്കര് ഖുർആന്റെ പവറും അതായിട്ടിക്കര് അള്ളാഹു താലയുടെ പരിശുദ്ധമായ ഖുർആന്റെ എല്ലാ വിഷയവും പഠിക്കൊണു അള്ളാഹു നിങ്ങൾ തൗഫീഖ് തരട്ടെ അത് കാരണം നാളെ അള്ളാഹു താല ഖുർആൻ ശിഫാറസാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹു താല ആഖിറത്തിൽ ഈ ഖുർആൻ ശിഫാറസാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.